ഉണ്ട് അബ്ദുൽ സമദ് സമദാനി സാഹിബ്. നമസ്കാരം. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ തൊപ്പി എപ്പോഴെങ്കിലും എടുത്ത് കണ്ടിട്ടുണ്ടോ? ഈ തൊപ്പി എപ്പോഴെങ്കിലും എടുത്ത് കണ്ടിട്ടുണ്ടോ? എനിക്ക് ഈ തൊപ്പി ഒന്ന് എടുക്കാവോ? ഞാൻ ഈ തൊപ്പി എന്തും ചെയ്യാം. ഈ തൊപ്പി ഞാനൊന്ന് വെക്കട്ടെ. മതചടങ്ങുമായി ബന്ധപ്പെട്ട ദേശീയ ചിഹ്നമാണ്. ദേശീയ ചിഹ്നമാണ്. അപ്പൊ ഈ തൊപ്പി ഇവിടെ വെക്കുന്നു, എന്റെ തൊപ്പി ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഓക്കെ, വന്ന തൊപ്പി ഇടണം എന്നാണല്ലോ പ്രമാണം. അപ്പൊ മതേതരത്വത്തിന്റെ തൊപ്പി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. താങ്ക് യു, സന്തോഷം. അപ്പോ എപ്പോഴും സമാനി സാഹിബിനെ കാണുന്ന സമയത്ത് വലിയ സന്തോഷമാണ്. കാരണം ഈ മതേതരത്വത്തിന്റെ ഒരു മുഖം എന്നൊക്കെ നമ്മൾ സാധാരണ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം പോലെ തന്നെയാണ്. നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കണം, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അപ്പോൾ ഞങ്ങൾ കുറച്ചു മുമ്പ് അങ്ങയുടെ സഹപ്രവർത്തകനായിരുന്ന ശ്രീ KS ഹംസയെ കണ്ടു. ഞാൻ ഈ തൊപ്പിയെ പറ്റി ഒന്ന് പറഞ്ഞോ. ഈ തൊപ്പി അരുൺ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഈ തൊപ്പി യഥാർത്ഥത്തിൽ ഇന്ത്യൻ ദേശീയതയുടെ ഒരു ചിഹ്നമാണ്. ഇത് മുസ്ലിം രാജ്യങ്ങളിൽ പോലും വാങ്ങാൻ കിട്ടൂല, നമ്മുടെ ഇന്ത്യയിലേ കിട്ടൂ. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ നേതാക്കന്മാരും അത്ഭുതപ്പെടും. പാർലമെന്റിൽ വരുന്ന ഈ തൊപ്പി എന്ന് മുതലായി ഇട്ടു തുടങ്ങിയത്? ഇത് ഞാൻ ഒരു പതിറ്റാണ്ടുകൾ, ഒരു MSF നേതാവായിട്ടിരിക്കുമ്പോൾ ഈ തൊപ്പി അന്നില്ല. ഇത് ഒരു ഞാൻ ഒരു 10-40 കൊല്ലമായി കാണാം. 40 വർഷമായി. ഈ ഐഡിയ എവിടുന്നാ കിട്ടിയത്? ഈ ഒരു ദേശീയതയുടെ അങ്ങനൊന്നുമല്ല. ഇത് ഇത്തപ്പോ കൂടുതൽ സുന്ദരനാണെന്ന് ഇട്ടില്ലെങ്കിലും അങ്ങേ പോലെ വാഗ്മിതയുടെ അല്ലേ ഒരു പ്രഭാവത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനല്ലേ. അപ്പോൾ ഒരു കാര്യം കൂടി, അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പ് ചൂടാവുമോ? തെരഞ്ഞെടുപ്പ് ചൂടായിക്കൊണ്ടിരിക്കുന്നു. വാഹനത്തിന്റെ ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എനിക്കറിയാം. മണ്ഡലത്തിലേക്കും ജനങ്ങളോടും വോട്ടർമാരോടും ഒക്കെ പറയാനുണ്ട്. അതെ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഹപ്രവർത്തകനെതിരെ മത്സരിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. വളരെ ഗൗരവമുള്ള തെരഞ്ഞെടുപ്പാണ്. ഇതിനെ ഒരു രീതിയിലും ഗൗരവം കുറച്ച് കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ തവണ രാജ്യത്തിന്റെ ദിശ നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇനി ഒരു തവണ കൂടി ഇന്ന് കേന്ദ്രം ഭരിക്കുന്നവർ അധികാരത്തിലെത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം, അതിനെക്കുറിച്ച് രാജ്യസ്നേഹികൾക്ക് നല്ല ആശങ്കയുണ്ട്. അവർക്കതേക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ആ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ എന്ത് സ്വീകരിക്കണം, അതിനുള്ള ഉപാധിയാണ് ഈ സമ്മതിദാനാവകാശം. ഈ വോട്ട് ചെറുതല്ല. ഇത് ഒരു വോട്ടും ചെറുതല്ല. ഇന്ത്യക്ക് വേണ്ടിയുള്ള വോട്ടാണ്. ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടിയുള്ള വോട്ടാണ്. ഭാവി തലമുറകൾക്ക് വേണ്ടിയുള്ള വോട്ടാണ്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനങ്ങൾ പോലും തകർക്കപ്പെടുന്ന ഒരു കാലത്ത് അതിനെ സംരക്ഷിക്കാനുള്ള വോട്ടാണ്. പൊന്നാനിക്കാർക്ക് കുറച്ചു കാലം നല്ല പ്രസംഗം കേൾക്കാം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു കാര്യം കൂടി, ഞാൻ പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് കേൾക്കാനും അറിയാനും കൗതുകം ഉണ്ടാവുമല്ലോ. അങ്ങ് തുറന്ന് സംസാരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങ് മലപ്പുറത്ത് നിന്ന് പൊന്നാനിയിലേക്ക് വരുന്നു. അത് അങ്ങേക്ക് മാനസികമായ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം അങ്ങയുടെ മണ്ഡലം മലപ്പുറമായി ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു. പെട്ടെന്ന് പൊന്നാനിയിലേക്ക് പോകും. എന്റെ മണ്ഡലം പൊന്നാനിയാണ്. അല്ല, അത് വോട്ട് ചെയ്യുന്ന മണ്ഡലം മലപ്പുറം അല്ലേ? അല്ലെ, എന്റെ നാട് കോട്ടയ്ക്കൽ മാത്രോ. ഞാനിവിടെ MLA ആയിരുന്ന ആളാണ് അരുൺജി. അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ചത് MP എന്ന നിലയിൽ 2 വർഷം മലപ്പുറത്തിന്റെ ഒരു സ്നേഹം പിടിച്ചു പറ്റിയിട്ട് പെട്ടെന്ന് പൊന്നാനിയിലേക്ക് വരുമ്പോൾ മലപ്പുറത്തിന്റെ സ്നേഹം പിടിച്ചു പറ്റി എന്ന് പറഞ്ഞത് വളരെ കറക്റ്റായി വിലയിരുത്തി എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട്. എന്റെ സുഹൃത്ത്, ഞാൻ അവിടെ ഏറെക്കുറെ ജനങ്ങൾക്ക് വളരെ തൃപ്തികരമായ രീതിയിൽ പ്രവർത്തിച്ചു. അത് നമ്മുടെ ചാനലുകളും വാർത്താ മാധ്യമങ്ങളൊക്കെ വിലയിരുത്തി. ജനങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ലോ, അവിടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു, എന്റെ മുൻഗാമികൾ ചെയ്തതിന്റെ തുടർച്ചയായിട്ട്. പക്ഷേ ഇവിടെ ഇതാ എന്റെ മുൻഗാമി ചെയ്തിരിക്കുന്നു നല്ല കാര്യങ്ങൾ, അത് തുടരണം. അത് മാത്രമല്ല, പൊന്നാനി എന്ന് പറയുമ്പോ നമ്മുടെ നാടാണ്, പ്രദേശമാണ്, എന്റെ പ്രദേശമാണ്. ഞാനിവിടെ 5 കൊല്ലം MLA ആയിട്ട് പ്രവർത്തിച്ചതിനെ കുറിച്ച് എനിക്ക് നല്ല ഓർമ്മകളാണ്. ആ തവണ എനിക്ക് ലഭിച്ച ഭൂരിപക്ഷം നിയമസഭയിലേക്ക്, അക്കാലത്തെ ആ നിയമസഭാ ഇലക്ഷനിലെ ഭൂരിപക്ഷത്തിൽ 3-ാം സ്ഥാനത്തായിരുന്നു. അത് നാട്ടുകാരാണല്ലോ, അതുകൊണ്ടാണ് പറയണത്. ശരി, നാട്ടുകാരാണ്. പിന്നെ ഈ മണ്ഡലം എന്ന് പറഞ്ഞാൽ അത് പാർട്ടി തീരുമാനിക്കുന്നു. അഭിവന്ദനായ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നു, പ്രഖ്യാപിക്കുന്നു. രസകരമായൊരു മറുപടി അഭിവന്ദനായ തങ്ങളവറുകൾ അന്ന് പാണക്കാട്ട് നിന്ന് പ്രഖ്യാപിച്ചപ്പോൾ മീഡിയ പ്രവർത്തകർ ചോദിച്ചപ്പോൾ കൊടുത്തിരുന്നു. എല്ലാവരും കേട്ടപ്പോൾ ചിരിച്ചു. ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ സേവനം എല്ലാ സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്താണെന്നാണ് താങ്കൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിൽ ഉത്തരവായി.